നമുക്കിന്ന് കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഡ്രൈ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് സോളാവുഡ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് ഡ്രൈ മെറ്റീരിയലാണ്, നാച്ചുറൽ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഈ സോളാവുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 12 പൂവോളം ഈ സീരീസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു പൂ സ്റ്റാർട്ടിങ് ഞാനൊരു ചെറിയ ചെറിയ പൂക്കൾ വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു പോകാം. നമുക്ക് ഈ ഡ്രൈ ഫ്ലവർ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ സോളാവുഡാണ് മെയിനായിട്ടുള്ളൊരു ഐറ്റം. പിന്നെ നമുക്ക് സാധാരണ ഫ്ലവർ മേക്കിങ് ചെയ്യുന്നത് പോലെ തന്നെ അതിന് ത്രെഡ് വേണം, നമ്പർ 10 ആണ്. ഫ്ലവർ മേക്കിംഗ് വയറാണ് മീഡിയം സൈസ്, പിന്നെ ഫ്ലവർ ടേപ്പ്, പിന്നെ ഗ്ലൂ വേണം, സിസേഴ്സ്, ഇത്രയും സാധനങ്ങളൊക്കെ മതി. ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ സോളാവുഡ് ശരിക്കും നമുക്ക് ഇതുപോലെ ഡാമേജ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ കുറച്ച് നമ്മൾക്കത് ഒത്തിരി ഹോൾസൊക്കെ കാണും. പക്ഷെ അതിൽ നിന്ന് നല്ലത് നോക്കി നമുക്ക് എടുത്ത് ചെയ്യാനേ പറ്റുള്ളൂ. മാക്സിമം നമുക്ക് അതിൽ നിന്ന് എടുത്ത് ചെയ്യാവുന്ന വിധത്തിലാണ് ഞാനിപ്പോൾ ഫ്ലവേഴ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഇപ്പം ഇതിപ്പോൾ ഇത്രയുള്ളൊരു പീസ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഇതെപ്പോഴും ലെങ്ത് വൈസ് ഇങ്ങനെ ആയിരിക്കും, അത് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഗ്രൂസ് ഇങ്ങനെ അത് നോക്കിയാൽ മതി, മനസ്സിലാവും. നമുക്ക് ഒരിക്കലും ഇത് ചരിച്ച് കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ വട്ടം വെച്ചിട്ട് നമുക്ക് കിട്ടാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ പെറ്റൽസ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ലെങ്ത്തിൽ. നമ്മൾക്ക് ഇപ്പം ആദ്യത്തെ ഫ്ലവറിന് നമുക്ക് അത്രയും ലെങ്ത്ത് ആവശ്യമില്ല, ഏകദേശം ഇത്രയും കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അതിനെ ഒന്ന് മടക്കി പിടിച്ചത് ഒറ്റയായിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമുക്ക് ഇതാകുമ്പോൾ കുറച്ചും കൂടി അധികം ഇങ്ങനെ കട്ടായി കിട്ടും. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ലെങ്ത്തിൻ്റെ ഹാഫ് വരെ നമ്മൾ ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്യണം. ഏറ്റവും അടുപ്പിച്ച് ചെയ്യാവുന്ന അത്ര അടുപ്പിച്ച് ചെയ്തോ നല്ല ഭംഗിയായിരിക്കും അത്. ഏകദേശം ആ ലെങ്ത്തിൻ്റെ ഹാഫ് വരെ നമ്മൾ കട്ട് ചെയ്ത് പോകണം. ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാരണം പൊട്ടിപ്പോവാനായിട്ട് പെട്ടെന്ന് ഇത് പൊട്ടിപ്പോവും. കയ്യിൽ ഒന്ന് നല്ലോണം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതൊന്ന് കീറിപ്പോവും. പക്ഷേ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ, ഒന്നും പറ്റില്ല അത്. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും നമുക്ക് പോരാ, നമുക്കതിന് കുറച്ചും കൂടി വേണം. അപ്പോൾ നമ്മൾ അടുത്ത പീസ് അത് ലെങ്ത്തിൽ അത്രയും കിട്ടുമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ അത്രയും ലെങ്ത്തിൽ കിട്ടാൻ എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് തന്നെ പീസായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുള്ളൊരു പീസ് എടുക്കാം. കിട്ടുന്ന ഇങ്ങനെ ചെയ്തെടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. സെയിം അളവിൽ തന്നെ ഒരു ഹാഫ് വരുന്ന രീതിയിൽ എല്ലാം കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ ഒരു പീസും കൂടെ എടുക്കാം. ഇപ്പോൾ എത്ര സൈസ് വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. നമുക്കത് ചുരുട്ടി നോക്കാം. എന്നിട്ട് അതിൻ്റെ തിക്നെസ് പോരെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാം. ചുമ്മാ ഇങ്ങനെ ചുരുട്ടിയാൽ മതി. ഇങ്ങനെ ചുമ്മാ റോൾ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു പീസ് കഴിഞ്ഞു, അടുത്ത പീസ് അതിനോട് തന്നെ യോജിപ്പിച്ച് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. നമുക്കതേ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ലെങ്ത്തിലേക്ക് നമുക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, പല പീസായിട്ട്. അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത്തിൽ നമുക്കങ്ങ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഒറ്റ പീസ് അങ്ങ് എടുത്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ ഒരു പീസും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. കാരണം കുറച്ചും കൂടി ഈ ഫ്ലവർ കുറച്ച് വലുതായിട്ട് നിൽക്കുന്നതാണ് ഭംഗി, കുറച്ച് വിടർന്ന് അങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ കിട്ടാവുന്ന പീസ് ഇതിങ്ങനെ എടുത്തെടുത്ത് തന്നെ നോക്കിയിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഫ്ലവറിന് പറ്റിയ പീസ് വേണം. അങ്ങനെ ചുമ്മാ ഇങ്ങനെ കൈകൊണ്ട് കീറിക്കഴിഞ്ഞാൽ അതങ്ങ് കീറിപ്പോവും. ഇടയ്ക്കുള്ള ചെറിയ ഹോൾസൊക്കെ അങ്ങ് വിട്ടുതരും, വലിയ കുഴപ്പമില്ല, അതൊക്കെ ഉള്ളിൽ പൊയ്ക്കോളും. ഇങ്ങനെ ചെറിയ ഹോളൊക്കെ വന്നെന്ന് വെച്ചിട്ട് നമ്മൾ അതൊന്നും അങ്ങനെ കട്ട് ചെയ്ത് കളയണ്ട, ചിലപ്പോൾ അതങ്ങ് ഉള്ളിലേക്ക് പോയിക്കോളും. തീരെ പോകില്ല എന്നുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങൾ സമയമെടുത്ത് ചെയ്യാൻ നേരത്ത് ഇതിനേക്കാളും പൊടിയായിട്ട് അരിയാൻ പറ്റും. കുറച്ചും കൂടെ സമയമെടുത്ത് സൂക്ഷിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയായിട്ട് അരിയുമ്പോൾ കുറേ കട്ടായി പോകും. അത് കുറച്ച് സമയമെടുത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിനൊന്നും കൂടി നമ്മൾ
ഒരു പീസും കൂടെ വെച്ച് അല്ലേ. അപ്പോൾ ഇത്രയും പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് മതി തൽക്കാലം നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഈവനൊന്നും അല്ല, അത് നോക്കണ്ട നമുക്ക്. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ചുമ്മാ റോൾ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ അടിഭാഗം നല്ലോണം ഇങ്ങനെ അവിടെ പ്രസ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്കൊരു അപ്പോൾ അത് കട്ട് ചെയ്യണം മാത്രം ശ്രദ്ധിച്ചിട്ട് ഒത്തിരി ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്തിട്ടിട്ട് നമ്മളിങ്ങനെ ആവശ്യമുള്ള അത്രയും എടുത്ത് ഇങ്ങനെ ചുമ്മാ റോൾ ചെയ്തിട്ട് അടിയിൽ നിന്ന് നല്ലോണം പ്രസ് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. പിന്നെ വളരെ ഈസി അല്ലേ. നമ്മളൊരു പെറ്റൽസ് ആയിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല, ഒന്നുമില്ല, ചുമ്മാ കട്ട് ചെയ്തെടുത്ത്. പിന്നെ ഇതിന് ചെയ്യാവുന്നൊരു കാര്യം നമ്മളിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കണം. കാരണം അത് ഒപ്പം വരില്ല. നമ്മൾ റോൾ ചെയ്യുമ്പോൾ കുറച്ച് കയറി ഇറങ്ങി വരും. അതങ്ങനെ വരുള്ളൂ. അപ്പോൾ അത് കുഴപ്പമില്ല. നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര അഡ്ജസ്റ്റ് ചെയ്താൽ അങ്ങനെ വരുള്ളൂ. നമ്മളിങ്ങനെ അറ്റം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഫ്ലവർ റെഡിയായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒത്തിരി ഫ്ലവേഴ്സ് അങ്ങ് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നല്ല രസമായിരിക്കും. നമുക്ക് അറേഞ്ച്മെൻറ്റ്സിനാണ് മെയിനായിട്ടും സോളാറിൻ്റെ ഫ്ലവേഴ്സ് യൂസ് ചെയ്യണേ. അപ്പോൾ ബൊക്കയിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇനിയിപ്പോൾ നമുക്കതിന് ആവശ്യത്തിനുള്ള കമ്പി എടുത്തിട്ട്, കമ്പി കുറച്ച് ലെങ്ത്തിലെടുത്തോ, കാരണം നമുക്കത് കെട്ടാൻ വേണ്ടി വരും അവിടെ. ചില നൂലൊന്നും ആവശ്യമില്ല. നമ്മൾ കമ്പി എടുത്ത്, കാരണം നമ്മൾ മാക്സിമം ഇതിനകത്ത് കെട്ടുകളൊക്കെ അങ്ങ് കുറയ്ക്കുകയാണ്. എന്നിട്ട് ഈ സ്റ്റാർട്ടിങ് കമ്പി ഒന്ന് മുറുക്കി പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റി താഴേക്ക് എടുക്കണം. താഴേക്കാണ് നമ്മളിങ്ങനെ കമ്പി ഇങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കമ്പി താഴെ വരെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്തിട്ട് വേണം ഇതിന് ഫ്ലവർ ടേപ്പ് എടുത്തിട്ട്. ഇപ്പോൾ ഗ്രീൻ ടേപ്പ് ഇതിപ്പോൾ ഡ്രൈഡ് അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. അതല്ല ഇനിയിപ്പോൾ ഫസ്റ്റ് കമ്മ്യൂണിയൻ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഫ്ലവർ ആണെങ്കിൽ നമുക്കിപ്പോൾ വൈറ്റ് വേണമെങ്കിൽ ചുറ്റി കൊടുക്കാം. ഫ്ലവർ ടേപ്പ് വൈറ്റ്, ബ്രൗൺ, ഗ്രീൻ അങ്ങനെ 3 കളേഴ്സിൽ കിട്ടുന്നുണ്ട്. ഫ്ലവർ ടേപ്പ് ഇങ്ങനെ വലിച്ച് നന്നായിട്ട് ചുറ്റണം. താഴേക്ക് നല്ലോണം വലിച്ച് ചുറ്റുമ്പോഴാണ് തിന്നായിട്ട് വരികയും ചെയ്യും. അതിൻ്റെ പശ ശരിക്കും പിടിക്കും. ഈ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്.